അല്പസമയത്തിനുള്ളിൽ ശ്രീകാര്യത്തേക്ക് VS അച്യുതാനന്ദനെത്തും. അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. വലിയ ജനസഞ്ചയമാണ്. ആ ഒരു കാത്തിരിപ്പാണ്. ആലപ്പുഴയെക്കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ കേരളത്തിന് സമ്മാനിച്ച ഒരു രാഷ്ട്രീയ നേതാവ്, ജനനായകൻ, അങ്ങനെ VSനെ നമുക്ക് വിശേഷിപ്പിക്കാം. പലപ്പോഴും ഓണസമയത്ത് VS അച്യുതാനന്ദൻ സ്വന്തം ഉത്രാടത്തിനന്ന് വൈകിട്ട് സ്വന്തം വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തും. അതിനുശേഷം തിരുവോണത്തിനന്ന് രാവിലെ, പ്രത്യേകിച്ച് പത്രങ്ങളൊക്കെ അവധിയുള്ള ദിവസമാണ്, ദൃശ്യമാധ്യമ പ്രവർത്തകർക്കാണ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സമയത്തും മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം ആലപ്പുഴയിലെ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് വരാതായ സമയം വരെ എല്ലാ വർഷവും തിരുവോണത്തിന് നമ്മൾ അവിടേക്ക് എത്തും. രാവിലെ ഒരു 11 മണിയോടുകൂടി എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് 12 മണിയോടുകൂടി VS അച്യുതാനന്ദൻ ഒരു ഓണപ്പുടവയൊന്നും ആയിരിക്കില്ല, ഒരു കൈലിമുണ്ടും അതുപോലെ തന്നെ ഒരു ടീഷർട്ടും ധരിച്ച് അദ്ദേഹം വരും. അദ്ദേഹം വലുതായിട്ട് കാര്യങ്ങളൊന്നും സംസാരിക്കില്ല. ചിലപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷം അദ്ദേഹം എല്ലാവർക്കും, മലയാളികൾക്ക് ഓണാശംസകൾ പറയും. ഒരു 12 കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഓണസദ്യ ആരംഭിക്കും. ഒരു ഓണസദ്യയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ ദൃശ്യമാധ്യമം പകർത്തി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ അദ്ദേഹം പറയും, നിങ്ങൾക്കും ഓണമുള്ളതല്ലേ, ഇവിടെ മാത്രം അല്ലല്ലോ ഓണം, നിങ്ങളുടെ ഓണം ആഘോഷിക്കണ്ടേ. അതായത് ഇവിടെ എത്തുന്ന ഒരു വ്യക്തികൾ, ജോലിയുടെ ഭാഗമായി എത്തിയ വ്യക്തികൾക്കും ഓണമുണ്ട്. അതുകൊണ്ട് അവരെ അടിയന്തരമായി പറഞ്ഞയക്കുക, അവരുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുക എന്നുള്ള ഒരു സഹജീവി സ്നേഹമൊക്കെ കാണിച്ചിട്ടുള്ള ഒരു കാര്യം ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഓണത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു വർഷം ആ ദേശീയപാതയിൽ ആ തോട്ടപ്പള്ളി ഭാഗത്ത് വലിയ രീതിയിൽ ഹൈവേ ഒരു തകർന്നു കിടക്കുന്ന ഒരവസ്ഥയാണ്. ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ യാത്ര ദൃശ്യങ്ങൾ, മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ യാത്ര നമ്മൾ പകർത്തുകയും അത് വാർത്തയായി നൽകുകയും ചെയ്തു. തിരുവോണ ദിവസം അദ്ദേഹത്തോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം നോക്കാം എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ആ ദേശീയപാതയിലെ കുഴികൾ പൂർണ്ണമായും അടയ്ക്കുന്ന ഒരു ഭരണാധികാരിയായി അദ്ദേഹം മാറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. പലപ്പോഴും തിരുവോണ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുവോണത്തിന് എല്ലാ സമയത്തും ഇളയ സഹോദരിക്ക് ഓണപ്പുടവയുമായി എത്തുന്ന ഒരു സഹോദരൻ, കാര്യം അമ്മയെയും അച്ഛനെയും ചെറുപ്പകാലത്ത് നഷ്ടമായ സഹോദരിയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരു നേതാവ്, ഒരു സഹോദരൻ എന്നുള്ള സ്നേഹം സൂക്ഷിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും സഹോദരിക്ക് ഓണപ്പുടവ. ഇപ്പോൾ സഹോദരി 94 വയസ്സായി, ഓർമ്മകളില്ലാതെ VS അച്യുതാനന്ദൻ മരിച്ചു എന്നുള്ള കാര്യം പോലും അറിയാതെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഓണപ്പുടവയുമായി എത്തുന്ന ഒരു സഹോദരൻ്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പല തരത്തിലുള്ള കഥകളും പലതരത്തിലുള്ള ഓർമ്മകളും ഒക്കെ തന്നെ പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടി ആ സമയങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മേലെങ്കിൽ ഒന്നുമില്ല, തനി കുട്ടനാട്ടുകാരനായിട്ടുള്ള, തനി പുന്നപ്പറക്കാരനായിട്ടുള്ള ഒരു കാരണവരായിട്ട്, വേലിക്കകത്ത് വീട്ടിലെ കാരണവരായിട്ട് മാറുന്ന VS അച്യുതാനന്ദനെ നമുക്ക് കാണുവാൻ അവിടെ സാധിക്കുമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ ശ്രീകാര്യത്തേക്ക് VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇവിടെയൊക്കെ എത്തും. കുറേയേറെ നേരമായി കാത്തിരിക്കുകയല്ലേ ഏട്ടാ? കുറേയേറെ നേരമായി കാത്തിരിക്കുക അവസാനമായിട്ട് VSനെ കാണാൻ വേണ്ടി അടുത്ത് ജനങ്ങളെ അത് തന്നെയായാലും വലിയ ഒരു കാത്തിരിപ്പ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉള്ളത്. അവരെല്ലാവരും തന്നെ ജനനായകനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമാണ്. അവസാനമായി ഈ വഴിയിലൂടെ കടന്നു പോകുന്നപ്പം കുറേയേറെ കാലഘട്ടത്തിൽ ഈ വഴിയിലൂടെ തന്നെയായിരുന്നു, ദേശീയപാതയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം മൊത്തം. ആലപ്പുഴയിലേക്കുള്ള സഞ്ചാരം മൊത്തം ദേശീയപാതയിലൂടെയായിരുന്നു. ആ സഞ്ചരിച്ച പാതയിലൂടെ അവസാനമായി അദ്ദേഹം കടന്നു വരുന്ന സമയത്ത് കഴിഞ്ഞ ഒരു 5 വർഷമായി അദ്ദേഹം സജീവമായി രാഷ്ട്രീയത്തിലില്ല, കേരള രാഷ്ട്രീയത്തിൻ്റെ ചിത്രത്തിലേ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒട്ടേറെ ആൾക്കാർ ഇവിടെ കാത്തു നിൽക്കുന്നത്. അതുതന്നെയാണ് VS എന്ന് പറയുന്ന ഒരു വ്യക്തി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രീതി എന്ന് പറയുന്നത്. നേരത്തെ പ്രമേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ 70കൾക്ക് മുമ്പ് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇത്രത്തോളം ജനപ്രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പ്രമേഷ് കുമാറിനെ പോലെയുള്ള ആൾക്കാർ അത് നേരിട്ട് അടുത്തു നിന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ VSൻ്റെ ഒരു മാറ്റം, മൂന്നാർ സമരമായാലും, മൂന്നാർ പൊളിക്കലായാലും, അതുപോലെ തന്നെ മതികെട്ടാനിലെ സമരമായാലും, പിന്നീട് അങ്ങോട്ട് ഈ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഒക്കെ തന്നെ നടത്തിയ, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടമൊക്കെ നടത്തിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടേറെ ആൾക്കാർ ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നത്. ആളുകൾ കൂട്ടമായി ഇപ്പോഴും VSനെ കാണാൻ തെരുവിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു.